കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ തിരൂരങ്ങാടിയിലെ PSMO കോളേജിൽ വിദ്യാർത്ഥിനികൾക്ക് നേരെ ഹിജാബ് വിലക്ക് ഏർപ്പെടുത്തിയത്. പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പായി ഹിജാബ് നീക്കി പരിശോധിച്ച ശേഷം പരീക്ഷാ ഹാളിലേക്ക് കയറിയ കുട്ടികൾ പരീക്ഷ എഴുതുന്നു. പരീക്ഷ എഴുതിയ ശേഷം വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങുന്നു. ഇത് കണ്ട കോളേജ് പ്രിൻസിപ്പൽ ഇത് കോളേജിൽ അനുവദനീയം അല്ലെന്ന താക്കീതാണ് കുട്ടികൾക്ക് നേരെ നടത്തിയത്. കേരളത്തിൽ ഇതാണ് നടക്കുന്നതെങ്കിൽ ഇറാനിലെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരു ഓൺലൈൻ സംഗീത പ്രോഗ്രാമിൽ ഹിജാബ് ധരിക്കാതെ പാടിയതിന് ഇറാനിയൻ ഗായിക ഫറാസ്തു അഹമ്മദിയെ ശിക്ഷിക്കുമെന്ന് രാജ്യത്തെ ജുഡീഷ്യറി അറിയിക്കുന്നു. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ പ്രധാന രാജ്യങ്ങളിലൊന്നായ ഇറാൻ ഇസ്ലാമിക രാജ്യമായാണ് അറിയപ്പെടുന്നത്. അവിടെ ഭൂരിപക്ഷവും ഷിയ മുസ്ലിങ്ങളാണ്. സ്ത്രീകൾക്ക് കർശനമായ നിയന്ത്രണങ്ങളാണ് രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനിലെ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുന്ന സ്ത്രീകൾ നിർബന്ധമായും ഹിജാബ് ധരിക്കണമെന്നാണ് നിയമം. ഇത് ലംഘിക്കുന്നവർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല, ഇറാനിൽ സ്ത്രീകൾക്ക് പൊതുസ്ഥലങ്ങളിൽ പാടാനും അനുവാദമില്ല. എന്നാലും ഇറാൻ്റെ ഈ നിയമങ്ങൾ മറന്നുകൊണ്ട് ഹിജാബ് ധരിക്കാതെ തന്നെ അഹമ്മദി പാട്ടുപാടി. നിയമപ്രകാരം അഹമ്മദിക്കും സംഘത്തിനുമെതിരെ നടപടികൾ ഉണ്ടാകും. ഡിസംബർ 14 ശനിയാഴ്ച മസന്തരാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ സരിയിൽ വെച്ചാണ് ഫറസ്തു അഹമ്മദിയെ അധികൃതർ അറസ്റ്റ് ചെയ്യുന്നത്. ഡിസംബർ 11 ഫറസ്തു അഹമ്മദ് തൻ്റെ സംഗീത പരിപാടിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. 4 ഗായകർക്കൊപ്പം സ്ലീവ്ലെസ്സായ വസ്ത്രം ധരിച്ച് തലമുടി കാണിച്ചുകൊണ്ടുള്ള വീഡിയോയാണ് പ്രചരിച്ചതെന്നാണ് റിപ്പോർട്ട്. 16 ലക്ഷത്തിലധികം ആളുകളാണ് ഇതുവരെ വീഡിയോ കണ്ടിട്ടുള്ളതെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തനിക്ക് കലാകാരി എന്ന നിലയിൽ അവതരണത്തിനുള്ള അവകാശമുണ്ടെന്നും തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പാടുമെന്നും ഗായിക പറയുന്നുണ്ട്. താൻ ഇഷ്ടപ്പെടുന്ന ദേശത്തിന് വേണ്ടി പാടുന്നുവെന്നും അവർ ആ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അതേസമയം ഫറസ്തുവിനെ എവിടെയാണ് കസ്റ്റഡിയിൽ പാർപ്പിച്ചിട്ടുള്ളതെന്ന് തങ്ങൾക്ക് അറിയില്ലെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നുമാണ് അവരുടെ അഭിഭാഷകൻ മിലാദ് പനായിപ്പൂർ മാധ്യമങ്ങളോട് പറയുന്നത്. ഫറസ്തുവിൻ്റെ ബാൻഡിലെ ഗായകരായ സൊഹൈൽ ഹഗീസ്നരി, എക്സാൻ എന്നിവരെ ടെഹ്റാനിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവം മുതൽ ജനങ്ങൾക്ക് മുന്നിൽ ഒറ്റയ്ക്ക് പാടുന്നതിനോ പൊതുസ്ഥലങ്ങളിലോ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ഹിജാബ് ഇല്ലാതെ പ്രത്യക്ഷപ്പെടുന്നതിനോ സ്ത്രീകൾക്കെതിരെ കർശനമായ നിയന്ത്രണങ്ങൾ ഇറാനിലുണ്ട്. ഇത്തരം കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇറാനിൽ ഇപ്പോൾ ഉള്ളത്.